ആ ഓക്കെ 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 ആ പോടണമാ नंबर 7 ड्रोन बैटरी 3 मेंशन परवाइल्ला अब हिंदी है किधर है गाँव किधर है झारखंड उधर മേലെ അന്ത അടുത്തേക്ക് ഡാം എങ്ക ക്ലോസ്ഡ് പെരിന്തൽമണ്ണ ഞാൻ മാപ്പ് ഓഫ് കാട്ടാളിൻ്റെ ഒക്കെ. ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നത്തെ മേഘമലയിലേക്കുള്ള സ്റ്റാർട്ടിങ്. പെട്രോൾ പമ്പിൽ നല്ല സുഖമായ വിശ്രമം കിട്ടി, നല്ലൊരു ഉറക്കമൊക്കെ കിട്ടി. ഇവിടുന്ന് പെട്രോളും ഫുള്ളാക്കി, നല്ല വൃത്തിയുള്ള പെട്രോൾ പമ്പ്. എന്തോ ഒരു ഹൈറ്റിലാണ് കിടക്കുന്നത്. അതിൻ്റെ ഹൈറ്റിൻ്റെ ഫീറ്റും കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. ഇനിയൊക്കെ നോക്കണം. നല്ല കോട ഇറങ്ങുന്നുണ്ട്. താഴോട്ടൊക്കെ നോക്കിയാൽ ഫുള്ള് എനിക്ക് തോന്നുന്നത് താഴോട്ട് കാണലുണ്ടാവില്ല. ഇവിടെ നമ്മൾ കയറുന്ന സമയത്ത് നമ്മളെ സിലിണ്ടറൊക്കെ ഇവിടെ ഇറക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ഇത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അത് ഫോറസ്റ്റ് ടെൻപളനി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. പ്ലാസ്റ്റിക്സ് അലൗഡ് അല്ല, സിലിണ്ടർ സ്റ്റവ് അലൗഡ് അല്ല, ഡ്രോൺ ക്യാമറ അലൗഡ് അല്ല. അല്ല ഓക്കെ ഓക്കെ ടൈഗർ റിസർവ് ഏരിയ. ആ ഓക്കെ. ഞാൻ സിലിണ്ടർ ഇങ്ങ വെച്ചിട്ട് പോകാം, പരവായില്ല. ഓക്കെ 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 ഓക്കെ. റൂട്ട് ഇത് തന്നെ, വേറെ റൂട്ടില്ലല്ലോ. എല്ലാമേ ഇങ്ങ വെച്ചിട്ട് പോകാം. 2 സാധനം വെക്കും ഇങ്ങ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഓക്കെ സാർ. അപ്പോൾ നമ്മളെ മേഘമലയിലേക്ക് കയറുന്ന എൻട്രൻസ് ആണ് കേട്ടോ ഇത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. ഇവിടെ അലൗഡ് ഇല്ലാത്ത കാര്യങ്ങളൊന്നും അവർ കയറ്റില്ല. അപ്പം ഗ്യാസ് സിലിണ്ടറൊക്കെ ഇവിടെ വെക്കണം. ഡ്രോണ് അലൗഡല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നമുക്കിവിടെ വെച്ചിട്ട് പോയാൽ മതി എന്തുണ്ടെങ്കിലും. അപ്പോൾ ഇറക്കൊന്നുമില്ല, അവരവരെ ഡ്യൂട്ടി ഇതാ ചെയ്യുന്നത്. ഓക്കെ. എவ்வளோ ദൂരം இருக்குது இங்கே மேலே? 20 കിലോമീറ്റർ. ഓക്കെ ഓക്കെ. എന്നാലും இந்த വഴിക്ക് തന്നെ തിരുപ്പി വരും ഇല്ലല്ലോ? ആ ഓക്കെ. അപ്പോൾ പരവായില്ല ഇങ്ങ വെക്കുന്നത്. ആ ആ തിരിച്ച് വരല ചൊല്ലി എടുക്കണം, എല്ലാം മറന്നു പോയാൽ പോയി. കണ്ടിപ്പാ കൊടുത്തു. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെ ഡ്രോണ് ഇവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഡ്രോണിൻ്റെ ബാറ്ററി. അപ്പോൾ ഇത് തിരിച്ചു വരുമ്പോൾ തരും, അങ്ങനെയാണ് ഉള്ളത്. വല്ല ഡ്യൂട്ടിയാണ് കേട്ടോ അത്, അല്ലാതെ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല. അപ്പം ഡ്രോൺ അലോഡല്ല. അപ്പം ഡ്രോൺ ഒന്നായിട്ട് വെക്കണമെന്നില്ല, ഡ്രോണിൻ്റെ ബാറ്ററി മാത്രം ഇവിടെ വെച്ചിട്ട് പോകാം. ആ ടോക്കൺ നമ്പർ 7 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ വാങ്ങണം. ഓക്കെ ശരി സാർ. ഇത് ഇവിടുത്തെ നല്ല ഗ്രാമം കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് താമസിക്കുന്ന വീടുകൾ ഒരുപാടുണ്ട്, കണ്ടില്ലേ? ഓ അടിപൊളി. ഒരുപാട് താമസക്കാരുണ്ട് ഇവിടെ. എന്താ സൈറ്റ്. പശുവിനെ രാവിലെ തന്നെ മേച്ച് കൊണ്ടുപോകുന്നുണ്ട് ഏട്ടൻ. എന്താ വ്യൂ. അപ്പം മേഘമല നിങ്ങളാരെങ്കിലും വരണം തോന്നുമ്പോൾ മോർണിംഗിൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വരണം കേട്ടോ. ഒരു 6 മണി, ഒരു 7 മണിക്ക് എൻട്രൻസ് കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ നല്ലൊരു കാലാവസ്ഥയിൽ കൂടി നമുക്കിങ്ങനെ കടന്നു പോവാം. നല്ല ശാന്തത. എന്താ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് നോക്കി, എന്താ സുഖം. റോഡും നല്ല റോഡ്. നമ്മളിതാ അവിടെ നിന്നാണ് വന്നത്. നമ്മൾ വരുന്ന വഴിക്കൊന്നും ഇങ്ങനെ നിർത്താൻ തോന്നി, ഒരു സ്ഥലം കണ്ടപ്പോൾ. അപ്പോൾ നിർത്തി ഇങ്ങനെ ഒന്ന് പോയി നോക്കിയതാ. അപ്പോൾ അടിപൊളി ഒരു എന്താ പറയുക, വല്ല ഈ മേഘമലൻ്റെ ലൊക്കേഷനിലൊക്കെ കൊടുത്ത ആ ഒരു വ്യൂ ഇതാണ് കേട്ടോ. അടിപൊളി സ്ഥലം. ഇത് മരുന്നടിക്കാൻ പോവാ. എന്തിൻ്റെ കൃഷി? തേയിലത്തോട്ടോ? ഉങ്ക പേരെന്നാ? बटूरा. परवाइल्ला. अब हिंदी है, किधर है? नहीं गाँव किधर है? झारखंड. उधर भी मैं जाएगा अभी. हाँ पूरा इंडिया घूम कर रहा है. आपका गांव में भी जाएगा पक्का?
वीडियो अच्छा है ना, आपका गांव में जाएगा वो भी देखेगा ना. कितना साल हो गया इधर? 10 years. अच्छा 10 കൊല്ലായി ഒരുവിടെ. ഇന്ത്യക്കാരാണല്ലോ എടുത്തു. ഒരു വീഡിയോ എടുക്കാറിഞ്ഞപ്പോ ആ ഷാനു V3. ഓക്കെ ഓക്കെ. യൂട്യൂബ് ഉണ്ടോന്ന് കേട്ടോ. നമ്മളവിടെ നിന്ന് കണ്ട ലൊക്കേഷന്. ഇപ്പം മരുന്നടിക്കേണ്ട ഡ്യൂട്ടി അവർക്ക്. പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ മേഘമല. കണ്ടില്ലേ? ഇപ്പോഴും ഇവിടെ കോട. ഈ സമയത്തും നല്ല വെയിലാണ്, കോട ഉണ്ട്. തേയില ഫാക്ടറി ഇത് അവിടെ കിടക്കുന്നു. നല്ലൊരു തേയില ഫാക്ടറി ഇതാ, വലിയൊരു തേയില ഫാക്ടറി. നല്ല കോട ഉണ്ട് ഇപ്പോഴും, നല്ല വെയിലും ഉണ്ട്. എന്താ സ്ഥലം. ഇപ്പോഴും ആ തണുത്ത കാറ്റ്, വെയിലുണ്ടെങ്കിലും. ഇതേമാതിരിയുള്ള വില്ലേജിലൊക്കെ വന്ന് ഇങ്ങനെ താമസിക്കണം. എന്തൊരു ഓഫീസാണത്, അടിപൊളി. மேகமலை இங்கயா? சார் இதோட ரோட் க்ளோஸ்டு. வியூ பாயிண்ட் பக்கத்துல மேலே அந்த இடத்துக்கு டேம் எங்க? டேம் வந்து க்ளோஸ்டு. டேமுக்குள்ள போக முடியும். அங்க கொஞ்சம் போக முடியும். 150 மீட்டருக்கு ரோட் இருக்கு, போயிட்டு வாங்க. போயிட்டு வாங்கிட்டு திருப்பி வரா. எண்ட் வரைக்கும் போயிட்டு இதுக்கு மேலே போயாலே இதுல போனோம்னா கம்பங்கூடலூர் இந்த மாதிரி பார்க்கலாம். வியூ பாயிண்ட். வண்டி போகுமா அங்க? வண்டி போகாது. வண்டி இங்க வச்சுட்டு நடந்து போகணும். ஓகே சரி. உங்க பேர் என்ன சார்? என் பேர் சரவணன். சரவணன். ஃபாரஸ்ட். ഓക്കെ താങ്ക് യു. ഓക്കെ. അപ്പോൾ നമ്മളെ വ്യൂ പോയിൻ്റ് അവിടെയാണ്, മുകളിലാണ്. ഇതാ കാണുന്നതാണ് വ്യൂ പോയിൻ്റ് വരുന്നത്. മേഘമലയത്തെ കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു 150 മീറ്റർ പോയാൽ നമ്മളെ ഡാമിൻ്റെ പോയിൻ്റ് വരെ പോവാം. അപ്പോൾ അതുവരെ പോയിട്ട് പോരീന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പോൾ ഈ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതുവരെ വയ്യുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് തിരിച്ച് അതേമാതിരി തന്നെ നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ച് വരണം. അത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ച് വരണം, അതിലായാലും വയ്യില്ല അങ്ങോട്ട്, എൻട്രൻസ് ഇത് തന്നെ ഉള്ളൂ. എൻട്രൻസും ഔട്ടിങ്ങും രണ്ടും ഒന്നാണെന്ന്. അതുവരെ ഉള്ളൂ വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് പോയി 150 പോയാൽ തിരിച്ചു പോരാം. വണ്ടി ഇവിടെ നിന്ന് തിരിച്ചു വരണം. തേയിലക്കൃഷി ജോലി എടുക്കുന്നവരാണ് ഇവരൊക്കെ. அங்கே போக முடியாதுண்ணா. இப்போ சொன்னது இங்கேருந்து திரும்பி போகிறதுக்கு வந்தது. சரி. மொட்டைக்கு போய் நல்லா வியூ இருக்கு. சாப்பாடெல்லாம் சாப்பிட்டா? உங்களது சாப்பிட்டோம். காலையில் எவ்வளோ டைமிന്? 8 மணிக்கு வரும். ஈவினிங்கு எவ்வளோ? 4:30 முடிஞ்சாச்சு. சரி அண்ணே. ஓகே. അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിലൊന്ന് പോയി വരാം. ഒന്ന് ചോദിച്ചു നോക്കാം വ്യൂ പോയിൻ്റൊക്കെ എത്ര ദൂരം ഉണ്ട് കയറി പോകാൻ. എவ்வளோ தூரம் இருக்கண்ணா? 200 மீட்டர். அவ்வளோதா. சரி, போயிட்டு வரேன். വണ്ടി എല്ലാം സേഫ്റ്റി അല്ലേ? അത് ഒന്നും ആകല്ലോ? വരാം. ഇപ്പം വേണമാ തിരുമ്പി വരുമ്പോ? 30 രൂപ അല്ലേ? ഞാൻ കാശ് വണ്ടിയിൽ ഇതാ, പോയിട്ട് വന്നിട്ട് തരാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെ മേഘമല വ്യൂ പോയിന്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് ഒരു 200 മീറ്റർ ഉള്ളൂ കേട്ടോ, കുറേ ഒന്നുമില്ല. അപ്പോൾ നമ്മളെ വണ്ടി ഇതാ കിടക്കണ്. നല്ല ഒരു അടിപൊളി സ്ഥലമാണ്. വ്യൂ പോയിൻ്റ് എന്താണെന്ന് അവിടെ പോയാൽ ഓക്കെ. അപ്പോൾ നമ്മളിതാ നടന്ന് വ്യൂ പോയിൻ്റ് എത്താനായി. ഇവിടെ കണ്ടില്ല ആനപ്പിണ്ടൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും തേയിലത്തോട്ടം മാത്രമാണ്. ആനപ്പിണ്ടൊക്കെ ഉണ്ട്. വ്യൂ പോയിൻ്റ് എത്താറായി. 200 മീറ്റർ ഉള്ളൂ. ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. അടിപൊളി സൈറ്റാണ്. മാർബിൾ ചെയറുണ്ട്. വൈകുന്നേരമൊക്കെ വന്നാൽ ഇവിടെ അങ്ങനെ ഇരിക്കുക. ഇതിൻ്റെ ഒറ്റ എങ്ങനെയാണെന്ന് പോയി നോക്കുക.
പക്ഷെ താഴോട്ടൊന്നും കണ്ടോളന്നില്ല, കാരണം എന്താ വെച്ചാൽ നല്ല കോടുണ്ട്. सांसों की माला पे सिमरू താഴോട്ട് കാണൂല, കോടുണ്ട്. കാറ്റ് വീശാൽ കോട നീങ്ങും. കുറച്ച് നേരം നിന്ന് നോക്കുക. ആ കോട വരുന്നു, കോട വരുന്നു. ഓക്കെ ഓക്കെ, വ്യൂ പോയിൻ്റാണിത്. പക്ഷേ കോട കൊണ്ട് താഴോട്ടൊന്നും കാണുന്നില്ല. ഇതാണ് മേഘമല എൻഡ്. അപ്പം ഇവിടെ ഇനി എന്തോ കാണാണ്ടോ എന്താണെന്ന് നോക്കണമെങ്കിൽ കോട പോകണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത വ്യൂ പോയിൻ്റ് ഒക്കെ കൂടെ നടന്ന് വന്നുകൊണ്ടിരിക്കുക. അത്യാവശ്യം കോടയുണ്ട്. 200 മീറ്റർ ഉള്ളെങ്കിലും കയറി പോകാണ്ട്. കുറച്ച് അടുത്ത വ്യൂ പോയിൻ്റ് ആട്ടത്. അവരുടെ ദൈവം അവർ രക്ഷിക്കട്ടെ. അവിടെ വിളക്കൊക്കെ കത്തിക്കാറുണ്ട്. വിളക്ക് കത്തി ഇവർ സ്വാമിയായിരിക്കും ഇത്. സ്വാമിയായിരിക്കും. ആ സ്വാമി ദൈവം തന്നെ. ഈ പച്ച വെച്ചുള്ളതാ ഇതൊരു സ്വാമി ദൈവമാണ്. മുഖം മറച്ചിട്ടുണ്ട്. അവരെ വിശ്വാസമായിരിക്കും. എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. ഞാനിങ്ങോട്ട് ചെരുപ്പിട്ട് കയറിയിട്ടൊന്നുമില്ല. കാരണം ഇവിടെ ഇവരൊരു ബോർഡർ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു കട്ടിങ് ഇട്ടിട്ടുണ്ട്. ആ കട്ടിങ്ങിൻ്റെ അങ്ങോട്ട് നമ്മൾ ഇറങ്ങുമ്പം കാലുമെന്ന് ചെരുപ്പൊക്കെ ഊരി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് വിട പറയാൻ സമയമായി. ഇത് ഫോറസ്റ്റിൻ്റെ ഓഫീസാണ്. ആരവിടെ ഉണ്ട്? ഹലോ സാർ, ഹലോ സാർ, எவ்வளோ ஹைட் இருக்குது மேகமலை? எவ்வளோ? 6000 அடி. தனியாக தங்குவீங்க? சரி. ഫോറസ്റ്റാ? പോലീസാ? ആ ഇത് പോലീസാ. ആ ഓക്കെ ഓക്കെ. താഴെ ഫോറസ്റ്റ്, താഴെ ഫോറസ്റ്റ്. ആ കയറുന്ന എൻട്രി ഫീസ് കേട്ട് 30 രൂപ. ആ ആ ആ ആ ആ ഓക്കെ, താങ്ക് യു. ഇതിവിടെ പോലീസിൻ്റെ പോസ്റ്റാട്ടോ. മൂപ്പര് തനിയേ ഉള്ളൂ. ഞാൻ രണ്ടാളുണ്ട് സംസാരിക്കാൻ കേട്ടപ്പോൾ. അപ്പം പോലെ ബോറടിക്ക് എയർഫോണ് 6000 അടി കേട്ടോ. 6000 ഫീറ്റ് ആയിട്ടാണ് അത്. നമ്മൾ ഇതിപ്പോൾ 6000 ഉള്ളൂ. 6000 നമ്മളെ കേരളത്തിൽ സംഭവമാണ്. ഞാൻ മറ്റേ കേദാർഗന്ധ ട്രക്കിങ് പോയിന് 12500 ഫീറ്റ് ആയിട്ടില്ലായിരുന്നു. പക്ഷെ അത് 3 ദിവസം ട്രക്കിങ് ഉണ്ട് കേട്ടോ. 3 ദിവസം ട്രക്ക് ചെയ്ത് അങ്ങനെ കയറണം. എന്നാലും ഇത് അടിപൊളി തന്നെയാണ്. പൈസ എന്താക്കോ സാർ? എൻട്രി ഫീസ് വേണ്ട 30. அது அங்கே தான் இருக்குது. என்ன பண்ணும்? அந்த ஆள் எடுத்து கொடுத்தா போதுமா? டிக்கெட் அங்கே கிடைக்குமா இங்கே கிடைக்குமா? அங்கே அந்த ஆள் எடுத்து நான் கண்டிப்பாக கொடுக்கும். சரியா? അപ്പോൾ നമ്മളെ ഫോറസ്റ്റ് ഓഫീസർ നമ്മളെ എൻട്രി ടിക്കറ്റ് പോകുമ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇപ്പം വന്നപ്പോൾ മൂപ്പർ ഇങ്ങോട്ട് കയറി വന്നുപോയി. அந்த കടയിൽ அந்த ആൾ എടുത്ത് ഞാൻ കൊടുക്കും കേട്ടോ. കണ്ടിപ്പാக കൊടുക്കും. നിങ്ങളെ പേരെന്നെ ഒരു വട്ടം? സരവണ്. ശരി സരവൺ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം. ഓക്കെ. ஷானு V3 அது எல்லாருக்கும் ஓர்மையில் வேணும். சரிண்ணே. எங்கே ஊர்? மதுரை. இங்கே பார்க்கறதுக்கு வருதே. அங்கே ஒரு சேத்திரம் இருக்குது லாஸ்ட்டில். ஒரு சாமி இருக்காங்க. கொஞ்சம் மேலே ஏறியே போதும். இங்கே வந்தில்லை. அப்புறம் பார்த்துட்டு போங்க. சரி சரி அண்ணே. ஓகே, வெல்கம். കേരള. ഓക്കെ. ഒരു സാമി ഒരു വലുതല്ലേ. നമ്മൾ താഴെന്ന് കണ്ടിരുന്നു അല്ലേ? അവിടെ വ്യൂ പോയിൻ്റാണ്. കോട ഉണ്ട് നല്ലോ. താഴോട്ട് കാണൂല. എന്നാലും അവിടെ വരെ പോയി. ഏതായാലും ഇവിടെ എത്തിയില്ലേ? എന്താ പേര്? ഞാൻ കോഴിക്കോട് കൊടുവള്ളി. ഇന്നലെ മിനിയാന്ന് തുടങ്ങിയ.
കഴിഞ്ഞ ഞായറാഴ്ച. പേര് ഫസൽ റിയാസ്. എവിടെ സ്ഥലം? പെരിന്തൽമണ്ണ. ഞാൻ മാപ്പ് വിചാരിക്കുന്ന മതിയല്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഒറ്റക്ക് പോകുന്നത്. ഹായ് ബ്രോ, എങ്കെ മലയാളിയാ? എവിടെ സ്ഥലം? ട്രിവാൻഡ്രം. ശരി. ഞാൻ കോഴിക്കോട്. ഒറ്റക്കല്ലേ? ഞാനും ഒറ്റയ്ക്കാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം, ഒറ്റയ്ക്ക് പോകുന്ന വൈബ് ഒന്ന് വേറെ തന്നെയാണ്. എന്താ പേര്? ശരത്ത്. നിങ്ങളിത് തരാൻ പറഞ്ഞു, സീറ്റ് എനിക്ക് തന്നിருக்கு, അങ്ങ് വണ്ടി പോകുമ്പോൾ ഇപ്പോൾ എടുത്ത് തരാം കേട്ടോ. ഉங்கள் പേര് എന്നാ? കർത്തർ. എவ்வளோ നാളാച്ചിങ്ക കട? 6 വർഷം. ശരി. അല്ല, ഞാനെല്ലാം വണ്ടിയിലുണ്ട്, കിച്ചണ് എല്ലാമേ ഇருக்கு. സുക്ക് കാപ്പി ഒന്ന് എടുത്ത് നോക്ക്, കൊടുങ്ക. അത് വേണ്ട, ഉങ്ങളൊന്ന് വാങ്ങിക്കുന്നത് നല്ലതല്ലേ. എவ்வளோ അത്? 10 രൂപ. ഇപ്പം തരാം. 40 രൂപ ടോട്ടൽ ശരി. ശരിയാണ്. എല്ലാമേ വീട്ടിലെല്ലാവർക്കും സൗഖ്യം? ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഒരു 6 വർഷമായിട്ട് ഒരു കച്ചവടം ചെയ്ത് പോകുന്ന ഒരു ഏട്ടനാണത്. അപ്പോൾ ഒരു ഏട്ടൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളി കുച്ച്. ഇതിൽ എന്തൊക്കെ ഇട്ട് കേട്ടോ, ഇഞ്ചി അങ്ങനെയൊക്കെ പാടെ ഇട്ടിട്ട് ചുക്ക്. അപ്പം വണ്ടികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ കാറ്റാടിപ്പാറ അങ്ങനെ ഇറങ്ങി കൈയാണ് തേനി കാറ്റാടിപ്പാറ ഫോറസ്റ്റിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് നമ്മളെ ഡ്രോണ് അവിടെയാണ് ഉള്ളത്. ഇപ്പോൾ ആ ഡ്രോൺ അവിടുന്ന് വാങ്ങിക്കണം. ഫോറസ്റ്റ് എത്തി. ചില്ലറ വാങ്ങുന്ന ആൾക്കാരാണ്, നമ്മളൊരു എക്സ്ക്യൂസൊക്കെ പറഞ്ഞിരിക്കണം. നമ്മളെ ഡ്രോൺ ഇവിടെയാണുള്ളത്. ഡ്രോണ് വാങ്ങിക്കണം. ഡ്രോണ് വാങ്ങിച്ചിട്ട് പോകാം. അവിടെ നല്ല വാങ്ങലാണ് തോന്നുന്നുണ്ട്. പോയി നോക്കാം. ഓക്കെ. ഡ്രോൺ ഇവിടെ കിടക്കുന്നുള്ളു. അപ്പോൾ ഡ്രോൺ വാങ്ങിച്ചിട്ട് വരണം. ഇതാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഡ്രോൺ ഇവിടുന്ന് വാങ്ങിച്ചാട്ടെ.